ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെങ്ങനെ സുഖമായിട്ടിരിക്കണം? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഇന്ന് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം നമ്മൾ ഇന്നൊരു ഫാമിലി ട്രിപ്പ് പോവുകയാണ്. പിന്നെ ഒരു ചെറിയ വിഷമമുണ്ട്, കാരണം എൻ്റെ ചേട്ടൻ വരുന്നില്ല. ചേട്ടൻ കള്ളമടിച്ച് വീട്ടിൽ നിൽക്കുകയാണ്. ചേട്ടന് വരാൻ താല്പര്യമില്ല എന്ന്. ഓക്കെ, അപ്പം നമ്മൾ എല്ലാവരും പോവുകയാണ്. ഞാനുണ്ട്, മാമി. ഞാൻ പറയും താല്പര്യമില്ല എന്ന്. മാമിയുണ്ട്, അച്ഛനും അമ്മയും റെഡി ആവുന്നു. ഇനി ചേച്ചിക്ക് ഇതെല്ലാം കൂടെ പറ്റുന്നില്ല. ഓക്കെ, ഇനി മാമനും മാമിയും എല്ലാവരും ഉണ്ട്. നമ്മളിതാ റെഡിയായി. ഒരു ദിവസത്തെ ട്രിപ്പിനാണ് ഇത്രയും ആഡംബരമായിട്ട് ഞങ്ങൾ പോകുന്നത്. അപ്പം ഇനിയിപ്പം മാമനും മാമിയും എല്ലാവരും ഉണ്ട്. എവിടെയാണ് പോണേന്ന് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷമാണ്. ഇത്രയും വർഷത്തിനിടയിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് പോണ. അതിൻ്റെ ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെൻ്റാണ് ഗായ്സ്. ഇനി ബാക്കി ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗായ്സ്. അതാണ്ട എല്ലാവരും റെഡിയായി ഗായ്സ്. ഇനി നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഞങ്ങളുടെ ഇങ്ങോട്ട് വണ്ടി വന്നില്ല ഗായ്സ്. എല്ലാവരും നല്ല റെഡിയായി വരുന്നു. യെസ് ഗൈസ്, ഇനി അവിടെ പോയിട്ട് വണ്ടി വന്നാന്ന് ആദ്യം നോക്കട്ടെ. ഇവിടെ എല്ലാവരും വരെയാണ്. അങ്ങനെ നമ്മളെ വണ്ടി വന്നിട്ട് നമ്മളിതാ വണ്ടി കയറി ഇരിപ്പായി. വണ്ടി എടുക്കാത്ത കാരണം എൻ്റെ ഒരു മാമൻ വരാനുണ്ട്. മാമൻ വിചാരിച്ചു നമ്മൾ ആരും റെഡി ആയില്ല എന്ന് പറഞ്ഞ് മാമൻ ഇതാ എവിടെയോ പോയിരിക്കുകയാണ്. അപ്പം മാമൻ വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിങ്. മാമൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ വണ്ടി എടുക്കും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ 10 പേര് അറിയണം നമ്മൾ ഇന്ന സ്ഥലത്ത് പോവുകയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ മരിച്ചിടന്ന് ഫോട്ടോസും വീഡിയോസും എടുത്ത്. കാരണം ഇത് ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് ഫാമിലി ട്രിപ്പാണ്. എല്ലാവരും കൂടെ പോകണം. നമ്മൾ സെപ്പറേറ്റ് പോകുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ ഈ മുഖത്ത് കാണുന്നത്. എൻ്റെ മുഖത്ത് മാത്രമല്ല, എല്ലാവരുടെ മുഖത്തും. പിന്നെ ഈ തുള്ളൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇതെന്തൊരു തുള്ളലാണെന്ന്. നമുക്കിങ്ങനെയൊക്കെ തുള്ളാൻ അറിയുള്ളൂ. ഈ തുള്ളൽ കുറച്ച് കഴിയുമ്പോൾ ഓഫ് ആവും. കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വോമിറ്റിംഗ് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഈ തുള്ളൽ തുടക്കത്തിൽ മാത്രമേ കാണുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഈ തുള്ളലൊന്നും നിങ്ങൾ കാണില്ല. അപ്പോൾ അത് കിടന്ന് നമ്മൾ ഡാൻസ് കളിക്കുകയാണ്. ഈ ഡാൻസ് ബഹളമൊക്കെ കുറച്ച് കഴിയുമ്പം തീരും. അപ്പം ഞാനുണ്ടല്ലോ ആ ഡാൻസിൻ്റെയൊക്കെ നിങ്ങൾക്ക് അല്ലാണ്ട് ഞാൻ ഇടാൻ ഈ വോയിസ് കയറ്റുന്നില്ല. അപ്പം നിങ്ങളിത് അത് പോയി കണ്ടിട്ട് ഓടി വായോ. ഞാൻ പറഞ്ഞല്ലേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഡിമ്മാവുന്നു. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഡിമ്മായി. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ പോയി അനിയൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. അവൻ ഫ്രണ്ടിൽ അങ്ങ് വണ്ടികൾ കാണാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. എൻ്റെ ഫാമിലി എൻ്റെ പൊന്നോ ഇത്രയ്ക്ക് കിടിലാണെന്ന് ഞാൻ ഇന്നാണ് അറിയണത്. കാരണം എല്ലാവരും ഭയങ്കര ഡാൻസ് ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ഡാൻസ് ബഹളമൊക്കെ കളിച്ച് റെസ്റ്റ് എടുത്തു. കാരണം നമ്മൾ ഹാപ്പി ലാൻഡ് എത്താറായി. അങ്ങനെ അങ്ങനെ നമ്മൾ ഹാപ്പി ലാൻഡിൽ എത്തി. ഇനി നമ്മൾ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇതാണ് ഗായ്സ് ഹാപ്പി ലാൻഡ്. ഞാൻ ചത്ത് വയ്യാണ്ടായി, വോമിറ്റിംഗ് ഒക്കെ വന്ന്. അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ ഡാൻസ് കളിച്ചില്ലാണ്ട് എല്ലാ ഫാമിലിയും. പിന്നെ നമ്മൾ ഹാപ്പി ലാൻഡ് അകത്ത് കയറിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഞങ്ങൾ നേരത്തെയാണ് എത്തിയത്. 10-10:30 ആകുമ്പോഴത്തോണ് ടിക്കറ്റ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനിടയ്ക്ക് ചേട്ടൻ വിളിച്ചു. ചേട്ടനെ ഒരുപാട് മിസ് ചെയ്യുന്നു. കാരണം എല്ലാവരും ഉണ്ടല്ലോ, ചേട്ടൻ മാത്രമില്ല. ചേട്ടൻ വരാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് ചേട്ടൻ വരാത്തത്. ഇല്ലായിരുന്നെങ്കിൽ ചേട്ടനായിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നിൽ നിന്നത്. അങ്ങനെ ഉണ്ടാവും. നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ അടുത്തൊരു പ്ലാനിങ് ഒരു ലോങ് ട്രിപ്പാണ്. നടക്കുമെന്ന് അറിയില്ല. നമുക്ക് പ്ലാൻ ചെയ്യണതിന് ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ. പിന്നെ ഉണ്ടല്ലോ അവിടുത്തെ ടിക്കറ്റ് വന്നിട്ട്
ഞങ്ങൾ കൂട്ടിയത് 700 എന്നാണ് വിചാരിച്ചത്. പക്ഷേ 700 ഇല്ല കേട്ടോ, അതിൻ്റെ കുറച്ചേ ഉള്ളൂ. പക്ഷേ GST ഒക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയത് ഒരു 3D കാണാനാണ്. കാരണം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പൂളിലായിട്ട് ഇറങ്ങാൻ പറ്റില്ല. പൂളിൽ ഇറങ്ങിയ പിന്നെ വേറൊരു റൈഡിൽ നമുക്ക് കയറാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് 3D കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. 3D കാണാൻ എന്ന് വെച്ചാൽ 40 പേര് വെച്ചാണ്. അപ്പം ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഫസ്റ്റ് 40 പേരിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും പോയി, ഞാനും അമ്മയും മാമനും പോയില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത 40 പേരിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കയറിയപ്പോൾ പിന്നെ അമ്മ ഇറങ്ങി, കാരണം അമ്മയ്ക്ക് പറ്റില്ല, അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞത് കൊണ്ട് വയറ്റിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മ കയറിയില്ല. അത് കഴിഞ്ഞ് നമ്മളിതാ ഈ ഒരു റൈഡിലോട്ട് കയറി. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല, കിഡിലാണ്. ഞാൻ കയറണ്ടെന്ന് വെച്ചാണ്, പക്ഷെ എന്തോ ഞാൻ കയറി. നമ്മൾ പിന്നെ പൈസ കൊടുത്ത് പോണതല്ല, അപ്പം എല്ലാം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ കയറി ഇതാ വീണ്. അടുത്തതാണ്ട് ഈ ഗ്ലാസിൻ്റെ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് നല്ല രസമല്ലേ, ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ എന്ത് ഭംഗിയെന്നൊക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കാറിൻ്റെ ഇതിലോട്ട് നിൽക്കുകയാണ്. കാറിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കാരണം ഒരുപാട് പേര്, നല്ല തിരക്കുണ്ടായതാണ്. കുറച്ച് നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമുക്കിതാ ഒരു കാറ് കിട്ടി. കാറ് കിട്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചത് എന്തിനാ കാർ ഓട്ടിക്കാൻ അറിഞ്ഞുകൂടാതെ ഞാൻ അതിൻ്റെ മണ്ടയിൽ വലിഞ്ഞ് കയറിയത്. കാരണം എല്ലാവരും കാർ ഓട്ടിക്കണം, ഞാനും ചേച്ചി ഒരു മൂലയിൽ തന്നെ നിൽക്കണം. എങ്ങനെയൊക്കെയോ അതിനെ ഓട്ടിച്ച് ഒരു സൈഡിൽ ആക്കി. പിന്നെ നമ്മൾ ഗോസ്റ്റ് ഹൗസിൽ കയറി. എനിക്കത് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം വണ്ടർലയിൽ നോക്കുമ്പോൾ വണ്ടർല ഗോസ്റ്റ് ഹൗസ് കിഡിലാണ് കേട്ടോ. ഇത് പക്ഷേ എന്തോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. വണ്ടർലയും ഹാപ്പി ലാൻഡും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വണ്ടർലയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് വഴി ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് പോയപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടേ. അത് കഴിഞ്ഞാൽ ഇതിൽ കയറി വാട്ടർ പൂളിൽ. ഇതും കൊള്ളാം കേട്ടോ. അത് കഴിഞ്ഞ് മിക്ക റൈഡിൽ ഞാനും അച്ഛനും കൂടെയാണ് കയറിയത്. കാരണം ഞങ്ങൾ രണ്ടുപേരും നല്ല കിടിലം കോംബോ ആയതുകൊണ്ട് ഞങ്ങളിതാ കയറി. ഇതും അത്യാവശ്യം തരക്കേടില്ല. പിന്നെ ഇതിൽ ഏതിലോ ഒന്നിൽ ഞാൻ വെള്ളത്തിൽ അങ്ങ് മുങ്ങിപ്പോയി. പിന്നെ അച്ഛൻ വന്നതിന് ശേഷമാണ് എന്നെ പൊക്കിയെടുത്തത്. അത് ഏത് റൈഡെന്ന് എനിക്ക് അറിഞ്ഞില്ല. പിന്നെ ചിലതൊന്നും നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു എടുക്കരുത്. പൂളിലോട്ട് അങ്ങോട്ടാണെങ്കിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കൊള്ളായിരുന്നു. നമുക്ക് എന്താണ് വെളിയിൽ നിന്ന് ഫുഡൊന്നും വാങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കും. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചാൽ ഒരു റൈഡിലും കയറരുത്, നേരെ ആ പൂളിൽ പോയി കിടക്കുക, അതാണ് നല്ലത്. ഏതെങ്കിലും റൈഡിൽ കയറിയാൽ നമ്മൾ വോമിറ്റ് ചെയ്യുക, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച ഉടനെ ഇതിലോട്ടാണ് കയറിയത്. ആദ്യം കയറണ്ട എന്ന് വിചാരിച്ചതിന് കാരണം നനഞ്ഞിരിക്കണോണ്ട്. പിന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല കയറാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കയറിയത്. ഒരു രക്ഷയില്ല, കിട്ടില്ല റൈഡാണ് കേട്ടോ. എനിക്ക് അവിടുത്തെ എല്ലാ റൈഡിനും കാട്ടി ഇതിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. കാരണം ഇങ്ങനെ സ്ലോയിൽ തുടങ്ങി അങ്ങ് നല്ല ഹൈറ്റിലെത്തിയിട്ട് നല്ല രീതിയിൽ കറക്കും. സ്വർഗം കാണുമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗം കാണും. പിന്നെ അതിൽ ഞാനും ചേച്ചിയും മാമിയും മാത്രമേ കയറിയുള്ളൂ, വേറെ ആരും കയറിയില്ല. എല്ലാവരും എല്ലാ റൈഡിലും കയറി ക്ഷീണിച്ച്. കാരണം ഞങ്ങൾ ഒരുപാട് സമയം പൂളിൽ കിടന്ന് വേവ് അടിച്ചപ്പോൾ എല്ലാം കിട്ടില്ലായിരുന്നേ. അത് കഴിഞ്ഞ് ഈ റൈഡിലോട്ട് കയറി. ഈ റൈഡിൽ കയറാൻ നേരത്തെ അനിയൻ പറഞ്ഞു വേണ്ട കയറരുത്. ഞങ്ങൾ കേട്ടില്ല, എല്ലാ റൈഡിലും കയറിയല്ലേ, ഇനി ഇതിൽ മാത്രം കയറണ്ടെന്ന് വെച്ച് വലിഞ്ഞ് കയറിയതാണേ. പിന്നെ വിചാരിച്ചു ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന്. കാരണം ഉണ്ടല്ലോ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഏതെങ്കിലും റൈഡിൽ കയറുമ്പം അത് റൈഡിൽ ഇപ്പോൾ ഷെയ്ക്ക് ചെയ്യുന്ന റൈഡൊക്കെ ആണെങ്കിൽ നമ്മളെ ബോഡി കിടന്ന് അനങ്ങുമ്പം അകത്ത് കിടക്കണതെല്ലാം പുറത്തോട്ട് വരാം. അത് ഈ റൈഡിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഞാൻ വോമിറ്റ് ചെയ്യുമെന്ന്, പക്ഷേ എന്തോ ഭാഗ്യത്തിന് വോമിറ്റ് ചെയ്തില്ല. പക്ഷേ ഉണ്ടല്ലോ, ഈ റൈഡിൻ്റെ അവസാനം എൻ്റെ ചേച്ചി വോമിറ്റ് ചെയ്ത് അതിൽ നിന്ന് ഇറങ്ങി നല്ല രീതിയിൽ ഛർദ്ദിച്ചാട്ടോ. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, വെള്ളമൊക്കെ കുടിച്ച് അത് അവൾ അങ്ങ് ഓക്കെ ആയി. പിന്നെ ഇതിൽ കയറാമെന്ന് വെച്ചു, പിന്നെ കയറിയില്ല. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അമ്മ വന്ന് വിളിക്കുകയാണ്, വാ പോവാന്ന്. അങ്ങനെ നമ്മളത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗായ്സ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഹാപ്പി ലാൻഡിൽ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ നേരത്തെ ഇറങ്ങി, കാരണം റൈഡിലൊക്കെ കയറി അത്രയ്ക്ക് ക്ഷീണിച്ചു. ഇനി വേറെ ഒരിടത്തും പോകുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.